അപ്പൊ നമ്മള് യെല്ലഗിരി ഹിൽസ് കയറിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ഭയങ്കര ചെറിയ റോഡ്, നാരോ റോഡാണ്. ഇല്ല, In 600 meters, turn right. കുറച്ച് റോഡ് വീതി ഇപ്പൊ ഹിൽസിന്റെ മുകളിലാണ് തോന്നല്ലോ അല്ലേ? ഐ ലവ് യെല്ലഗിരി. ചെക്ക് പോസ്റ്റ് ഉണ്ടായി. അതില്ല. അപ്പൊ ഞങ്ങളിവിടെ എത്തി. യെല്ലഗിരിയാണ് കേട്ടോ, നല്ല സ്ഥലമാണ്. ഭയങ്കര കാറ്റാണ്. ഗൈസ് ഞങ്ങളപ്പോൾ ബോട്ടിങ്ങിന് അടുത്ത് എത്തി കേട്ടോ. ബോട്ടിങ്ങിന് പോകാൻ നിൽക്കുകയാണ്. നോക്കട്ടെ അപ്പം എന്താന്നൊക്കെ നോക്കിയിട്ട് കാരണം വിചാരിച്ചിട്ടുണ്ട്. അവിടെ വന്നിട്ട് ഒന്ന് കയറിയിട്ടില്ലെങ്കിൽ മോശമല്ലേ, എൻജോയ്മെൻ്റ് ആവുമല്ലോ. നല്ല റഷാണ് കേട്ടോ അവിടെ. അപ്പോൾ ബോട്ടിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എല്ലാവരും. കുറച്ച് മുന്നോട്ട് പോയാലാണ് പൈസയും കാര്യങ്ങളൊക്കെ വാങ്ങുന്നത്. ആ ചോട്ടെ തിരിച്ച് കാല് വെച്ചാ മതി. വണ്ടിക്ക് ഗിയറൊക്കെ ഉണ്ട്, ബ്രേക്ക് മാത്രമില്ലാത്തുള്ളൂ. അത് ഈ സൈഡിലുള്ളവർക്ക് പെഡലിങ്ങിന് നമ്മള് യെല്ലഗിരി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ബോട്ടിങ്ങിന് വന്നിരിക്കും. പെഡലിംഗ് ബോട്ട് 4 ആൾക്ക് 200 രൂപ. 4 പേർക്ക് 200 അല്ലേ? അതെ. റോബോട്ട് ഉണ്ട് കേട്ടോ. അത് ഒരാള് ഇതുണ്ടായിരിക്കും, നമ്മളെ ഗൈഡ് പോലെ തുഴയാൻ വേണ്ടിട്ട് ഒരാളുണ്ടാവും. ഇവിടെ ഉണ്ട്, നമ്മളത് എത്തുമ്പോ കാണിച്ചു തരാം. അപ്പൊ വലിയ ഫാമിലി ആയിട്ടൊക്കെ വരികയാണ്, വയസ്സായ ആൾക്കാരൊക്കെ കൂടുതൽ നമുക്ക് ചവിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ബോട്ട് ഇടിച്ചിരിക്കുകയാണ്. ബോട്ട് ആക്സിഡന്റ് ആയി. ബോട്ട് ആക്സിഡന്റ്. ഇവിടെ വർക്കൗട്ട് നടക്കുകയാണ്. പബ്ജി ആഞ്ഞു തുഴഞ്ഞോണ്ടിരിക്കുന്നു. ആരെങ്കിലും കണ്ടാ വിചാരിക്കും പബ്ജി കഷ്ടപ്പെട്ട് ചവിട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന്. സത്യം വെറുതെ ഇരിക്കുക ഗൈസ്, മടിയനെ പോലെ ഇരിക്കണം ഫോണും പിടിച്ചിട്ട്. ഞാനെങ്കിലും അറ്റ്ലീസ്റ്റ് വീഡിയോ എടുക്കുന്നുണ്ട്. തുഴയേണ്ട ആവശ്യമൊന്നുമില്ല, ചവിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ ഒരാളുണ്ട്.
ഇതാണ്ടോ റോബോട്ട്. സമ്മ കയാക്കിങ് പോലല്ലേ. ഞാൻ വീഡിയോ എടുക്കുക സുഖമായിട്ടിരിക്കാനും മൈവ മാത്രം നല്ല മഴ പെയ്യാൻ പോയിട്ട് തോന്നുന്നു. നല്ല ആകാശം ഭയങ്കര ഇരുണ്ടിട്ടുണ്ട്. അവിടെയാണ് നമ്മുടെ എൻട്രൻസ് ഉള്ളത്. അപ്പൊ ഞങ്ങൾ യെല്ലഗിരി ഹിൽ സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്. അപ്പൊ നല്ല വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ എൻട്രി ഫീ എത്രയാ? 20 രൂപ. പിന്നെ 10 രൂപ എൻട്രി ഫീ കൊടുക്കണം. പിന്നെ നമ്മളിവിടെ എക്സ്ട്രാ ആക്ടിവിറ്റീസിനൊക്കെ നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണം. അങ്ങോട്ട് പോകല്ലോ. റൈഡെല്ലാം കഴിഞ്ഞു. ഞങ്ങള് മഴയൊക്കെ ചാറുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ഇനി നനയാൻ വയ്യ. മഴ ഞങ്ങൾ കേറാണ്. ബാബാ എല്ലാവരും. അപ്പൊ ബോട്ടിംഗ് എല്ലാം കഴിഞ്ഞു. കറക്റ്റ് സമയത്ത് മഴ പെയ്തു. അപ്പൊ ഞങ്ങൾ വേഗം വന്നു. അതെ, ഞങ്ങൾക്ക് 20 മിനിറ്റ് കറക്റ്റായിട്ട് കിട്ടി. കുറച്ച് നനഞ്ഞു പോയിട്ടോ. കാണാൻ കുറച്ച് ബുദ്ധിമുട്ട് ഞങ്ങൾ. ഗേയ്സ് അപ്പോൾ ഞങ്ങൾ നെക്സ്റ്റ് ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ക്ലൗഡ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞ ഇതിലാണ് കേട്ടോ. ക്ലൗഡ് ഫോറസ്റ്റ് എൻ്റർടൈൻമെൻറ്റ് പാർക്ക്. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ടിക്കറ്റ് എല്ലാം എടുത്തു. ഒരാൾക്ക് 200 രൂപ കേട്ടോ. അപ്പോൾ 4 പേരും കൂടെ എല്ലാം കൂടെ ചേർന്നിട്ട് ഒരാൾക്ക് 200 രൂപ. അതെ. അപ്പോൾ ഞങ്ങൾ 4 പേര് 800 റുപ്പീസ് എടുത്തു. ഇനി ഉള്ളിൽ പോയി നോക്കാം എന്താ അവസ്ഥ എന്നുള്ളത്. ഗേയ്സ് അപ്പോൾ ബേർഡ്സിന്റെ പാർക്കിൽ വന്നിരിക്കുകയാണ്. നോക്കൂ ഗൈസ്, ഞങ്ങളുടെ കൈ ഫുള്ള് കിളികളാണ്. ഇതിന്റെ കൊത്തൊന്നുമില്ലല്ലേ? ഈ കയ്യിലിരുന്നടാ. ഒരു കയ്യിൽ 3 അവര് വെറുതെ വന്നിരിക്കല്ല, അവര് കഴിക്കാൻ വേണ്ടി ഇരിക്കുക. ഈ കയ്യിൽ അത് ഭയങ്കര നീറ്റായിട്ട് കഴിച്ചട്ടാ തോല കളഞ്ഞിട്ട്. ഗൈസ് ഇവര് തോലൊക്കെ എടുത്തിട്ട് അതിന്റെ ഉള്ളത്തെ സീഡ് മാത്രം കഴിക്കണത്. ആ ഞാനില്ല, അവര് ഫുള്ളായിട്ടാ കഴിക്കണ വിചാരിച്ചു. മാല പൊട്ടിക്കും, മാല പൊട്ടിക്കും. എങ്ങനെ എടുക്കും? ഷർട്ട് ഇട്ട് ക്ലോസ് ചെയ്യേ. നിനക്ക് സ്വർണ്ണമാല തന്നെ തിന്നണോ? വേറൊന്നും സ്വർണ്ണക്കള്ളൻ അവിടെ ഇരിക്കുന്നത്. ഇത് കഴിഞ്ഞപ്പോ സ്വയം എണീച്ച് പോയിരിക്കാം. ഞങ്ങൾ റാബിറ്റിന്റെ അടുത്ത് വന്നിരിക്കണം. അത് പപ്പ ചേച്ചിയുടെ ഡ്രസ്സിന് മാച്ച്. നല്ല കുട്ടിയില്ലേ? അതിന്റെ കണ്ണ് നോക്ക്, റെഡ്, കാതിറുക്കി പിടിക്കും. ചുണ്ടരിയാണ്. റെഡ് കളർ കണ്ണാണ് ഗൈസ്. അയ്യോ വേഗം കൊടുത്താഴെ. ആ സത്യക്ക് കൊടുക്ക് ഗൈസ്. അപ്പം ഈ ബാംബു വാക്സ് പോകണം കേട്ടോ ഞങ്ങള്. ദിസ് ഈസ് ബാംബു വാക്ക്.
അപ്പൊ വിച്ചു ഒറ്റ ഏറിൽ തന്നെ അടുത്തേക്ക് എത്തിച്ചാ. ഞങ്ങളൊക്കെ കൊറേ എറിഞ്ഞിട്ട് അവിടെ അടുത്ത് വരാൻ തുടങ്ങി. അതാ പപ്പു ചേച്ചി പ്രോ ആയി ഗൈസ്. നിക്ക് വരട്ടെ. ആ ആ സൂപ്പർ സൂപ്പർ. പപ്പു ചേച്ചി 3 എണ്ണം വെച്ചിട്ടാ കളിക്കുന്നത്. എന്നാടാ എല്ലാവർക്കും കളിക്കാനുള്ള പാർക്ക്. ഇതെല്ലാം അഡ്വഞ്ചറസ് ബ്രിഡ്ജ്. പേടിയാവുന്നു. പൈസ പോയി ഗേസ്. യെല്ലഗിരി ക്ലൗഡ്സ് ഫോറസ്റ്റ്. ദേവന് കളിക്കാൻ പറ്റിയ അഡ്വഞ്ചർ ഗെയിമാണ് ഇതാണ് ഗെയ്സ്. അഡ്വഞ്ചർ ബ്രിഡ്ജ്. താഴെ ഒന്നുമില്ല. ഞങ്ങൾ ഫോട്ടോസൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഭയങ്കര കാടിൻ്റെ മുകളിൽ കൂടെ ഒക്കെ നടക്കണമെന്ന് ഗെയ്സ്. അപ്പോൾ യെല്ലഗിരി ഞങ്ങൾ എൻജോയ് ചെയ്തു. അപ്പോൾ എൻജോയ് ചെയ്തിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ കുറച്ച് സമയമായി, ഇരുട്ടാവാനായി. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്നൊരു 143 കിലോമീറ്റർ ഉണ്ട്. പിന്നെ ഇവിടെ ഞങ്ങളൊരു ക്ലൗഡ് ഫോറസ്റ്റ് പാർക്ക് എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് എന്താ എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ടിക്കറ്റ് കോസ്റ്റ്ലി ആയിരുന്നു, 200 റുപ്പീസ് ഒരാൾക്ക്. ഇതിനുള്ളിൽ കയറിയപ്പോൾ ഒന്നുമില്ല. ജസ്റ്റ് കുറച്ച് ബേർഡ്സും പിന്നെ റാബിറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ പപ്പീസ് എല്ലാം ഉണ്ട് കേട്ടോ. പപ്പീസിനൊന്നും കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണില്ല. ഉള്ളിലിട്ടിട്ട് അവരങ്ങനെ ആൾക്കാരെല്ലാം കണ്ടു കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ ചാടി കയറായിരുന്നു സ്നേഹം കൊണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ പെറ്റ് ലവേഴ്സാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായി. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് തന്നെ അവിടെ അതെ ഫുഡ് കൊടുക്കുന്ന ആൾക്കാരൊന്നും ഞങ്ങൾ കണ്ടില്ല. പക്ഷേ അവിടെ ഫുഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ അവർക്ക് കഴിക്കാനുള്ള മൂഡ് പോലും ഇല്ല അവർക്ക് കഴിക്കാൻ. പിന്നെ നമ്മൾ പ്രഷർ ചെയ്തിട്ട് കൊടുക്കാനുള്ള ആൾക്കാരൊന്നും അവിടെ ഇല്ല. ഞങ്ങൾക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇതായി. ഇപ്പോൾ പെറ്റ് ലവേഴ്സ് ഒന്നും ഇങ്ങോട്ട് വരാതിരിക്കാൻ ട്രൈ ചെയ്യാം. വന്നു കഴിഞ്ഞാൽ തന്നെ പെറ്റ്സിനെ കാണാൻ വേണ്ടിയിട്ട് പോകരുത്. അതെ, ആക്ടിവിറ്റീസ് ഒന്നും നമുക്കിപ്പോൾ ഒരു സ്റ്റാഫ് നിന്നിട്ട് ചെയ്യണതൊന്നുമല്ല. ജസ്റ്റ് ഇപ്പോൾ നമ്മൾ പോണു, അവിടെ ഒരു സംഭവം കണ്ടു, അതിൽ കയറി കളിക്കുന്നത്, അങ്ങനെയാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ സാധനങ്ങളില്ല, വേണ്ടാന്ന് വെച്ചിട്ടുള്ള ഓരോ പരിപാടിയാണ്. ഇതിന് നല്ലത് നമ്മളെ സർക്കസിൽ മറ്റേ യന്ത്രൂഞ്ഞാലും ഇതുമാണ് അല്ലേ. നമ്മളപ്പോ കറക്കമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോവുകയാണ്. ഇപ്പൊ ഹിൽസ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്.